നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനിയും വർഷം 1 ബാക്കി നിൽക്കുകയാണ്. അപ്പോഴും ഉയരുന്ന ചോദ്യം 2026 ആരായിരിക്കും കേരളം ഭരിക്കുക എന്നുള്ളതാണ്. മൂന്നാം തവണയും പിണറായി സർക്കാർ എന്ന തരത്തിൽ തന്നെ പിണറായിയുടെ നേതൃത്വത്തിൽ കേരളം ഭരിക്കാൻ ഇടതുപക്ഷം സജ്ജമാകുന്നുണ്ടോ എന്ന ചോദ്യം ഒരു ഭാഗത്ത്. ഇനി അതല്ല, 10 വർഷമായി ഒപ്പം നിൽക്കുന്ന മുന്നണിയിലെ പാർട്ടികളെയെല്ലാം മാനസികപരമായി മുഷിപ്പിക്കുന്ന തരത്തിൽ പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസിന് അല്ലെങ്കിൽ UDF-ന് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലെത്താൻ സാധിക്കുമോ എന്നുള്ളതാണ്. ഇനി അതൊന്നുമല്ലാതെ 2026 ആര് കേരളം ഭരിക്കണമെന്ന് തീരുമാനിക്കുന്ന നിർണായക ശക്തിയായ കേരളത്തിലെ 30-ലേറെ സീറ്റുകളിൽ BJP വിജയിച്ചു വന്നാൽ ആ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തിയായി BJP മാറില്ലേ എന്ന മറ്റൊരു ചോദ്യവും. അങ്ങനെ ചോദ്യങ്ങൾ നിരവധിയാണ്. അതിന് ഉത്തരം എന്തെന്നാണ് കണ്ടെത്തേണ്ടത്. എന്നാൽ ആ ചോദ്യത്തിന് UDF അധികാരത്തിൽ വരണമെങ്കിൽ എന്ത് ചെയ്യണം എന്ന തന്ത്രപരമായ ഒരു കാര്യം ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ് കോൺഗ്രസിൻ്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന കരുണാകരൻ്റെ മകൾ, ഇപ്പോൾ BJP-യിലെ ഏറ്റവും പ്രധാനപ്പെട്ട വനിതാ നേതാവായ പത്മജ വേണുഗോപാൽ. കോൺഗ്രസിന് കേരളത്തിൽ അടിത്തറ ഇളകി നിൽക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ട്. താൻ തൃശ്ശൂരിൽ മത്സരിച്ചപ്പോൾ പോലും വലിയ തോതിലുള്ള തിരിച്ചടികൾ അതിൻ്റെ ഭാഗമായി താൻ നേരിട്ടുവെന്നും അത്തരത്തിലുള്ള മാനസിക ബുദ്ധിമുട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് താൻ പാർട്ടി വിട്ടു പോയതെന്നും തുറന്നു പറയുന്ന പത്മജ വേണുഗോപാൽ ഇപ്പോഴും കോൺഗ്രസിലെ പല പ്രശ്നങ്ങളിലും കൃത്യമായ രീതിയിലുള്ള ചില അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താറുണ്ട്. അത് സമൂഹ മാധ്യമങ്ങളിലൂടെയാണെങ്കിൽ അങ്ങനെ, അതല്ല വാർത്താ മാധ്യമങ്ങളിലൂടെയാണെങ്കിൽ അങ്ങനെ. എന്തായാലും 2026 കേരളത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ എത്തുമെന്ന് കോൺഗ്രസും UDF-ഉം ഒക്കെ ആണയിട്ട് പറയുമ്പോൾ പത്മജ വേണുഗോപാൽ പറയുന്നത് താൻ കണക്കുകൂട്ടി നോക്കിയിട്ട് 40-ലേറെ സീറ്റുകളിലേക്ക് കേരളത്തിൽ കോൺഗ്രസിന് അധികാരത്തിലേറാൻ സാധിക്കില്ല. അഥവാ ഏതെങ്കിലും സീറ്റുകൾ കൂടുതലായി നേടി അതല്ല കേരളത്തിൽ അധികാരത്തിൽ എത്തണമെങ്കിൽ എന്ത് ചെയ്യണം എന്നതാണ് പത്മജ വെളിപ്പെടുത്തുന്നത്. ആ വാക്കുകൾ കേൾക്കാം. BJP കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് വളരെയധികം മുന്നിലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഓരോ കോൺസ്റ്റിറ്റ്യുവൻസി എടുക്കുമ്പോൾ ഇപ്പോൾ പാർലമെൻറ്റിൽ തന്നെ നമ്മൾ എത്രയോ നല്ലോണം മുന്നിൽ 12 ഇതിൽ വന്നു, പിന്നെ 2ാം സ്ഥാനത്ത് വന്നു. അപ്പോൾ അങ്ങനെ ഇനി ഓരോ ദിവസം കഴിയുന്തോറും കൂടുകയാണ് ആൾക്കാർ. അതായത് പണ്ട് കോൺഗ്രസ് മതേതരത്വം എന്ന് പറഞ്ഞ് കൂടെ നിർത്തിയത്, അത് ന്യൂനപക്ഷങ്ങളെ കൂടെ നിർത്താനുള്ള ഒരു അടവ് മാത്രമാണ് ഈ BJP-യും ന്യൂനപക്ഷങ്ങളിൽ നമ്മൾ തല്ലുപിടിക്കുന്നത്. കോൺഗ്രസ് അത് പണ്ടേയുള്ള ഇതാണ്, കാരണം അവരുടെ വോട്ട് അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിന്ന് പല വിഭാഗം വിട്ടുപോരുമ്പോൾ അവർക്ക് നല്ല പേടിയുണ്ട്, അവരുടെ വോട്ടുകൾ കുറയുന്നത് മുഴുവൻ കിട്ടുന്നത് BJP-ക്കാണ്. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനും ഇതാണ് അവരിപ്പോൾ കാണിക്കുന്നത്. പിന്നെ അവരിനിപ്പോൾ എന്ത് ന്യൂനപക്ഷ പ്രീണനം എന്ത് നടത്തിയാലും അവരുടെ തമ്മിൽ തടി ആദ്യം തീരട്ടെ കോൺഗ്രസിൻ്റെ ഉള്ളിൽ. അവർ ഏത് നേരവും തമ്മിലടിയും. ഇപ്പോൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞു 2 ഗ്രൂപ്പാണ് ഉണ്ടായിരുന്നുള്ളൂ. ഇന്നിപ്പോൾ നോക്കുമ്പോൾ ഓരോരുത്തർക്കും ഗ്രൂപ്പുകളാണ്. അപ്പോൾ ഇപ്പം തന്നെ തൃശ്ശൂർ ഞങ്ങളുടെ പല ഈ പാൽ സഹകരണ മേഖലയിലൊക്കെ ഇലക്ഷൻ നടന്നിട്ട് ഒന്നാകെ കിട്ടിയത്, അതും ചെറിയ വോട്ടിന് കോൺഗ്രസ്. മറ്റൊക്കെ കോൺഗ്രസ് കഴിയണം ജയിച്ചിരുന്നത്. തമ്മിലടി, ഒരാളെ നിർത്തിയാൽ മറ്റേ തോൽപ്പിക്കും. ആ രീതിയിൽ പോയാൽ ഇവരെങ്ങനെയാണോ ഈ 100 സീറ്റ് കിട്ടുന്നൊക്കെ പറയുന്നത് ഞാൻ എത്ര തപ്പി നോക്കിയിട്ട് നമുക്ക് മനസ്സിലാവണില്ല. കാരണം ഞാനൊക്കെ കുട്ടിക്കാലം തൊട്ട് രാഷ്ട്രീയം കണ്ട് വളരുന്നതായതുകൊണ്ട് എൻ്റെ പിതാവൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ഒരു കണക്കുകൂട്ടലുണ്ട്, ഇത്ര സീറ്റ്. അപ്പം ഞാനും ഇത് അച്ഛൻ്റെ കൂടെ വന്നിട്ട് ഇതൊക്കെ കുറേ ഉണ്ടാവും. എങ്ങനെ നോക്കിയിട്ടും എനിക്കൊരു 40-ന് മേലെയൊന്നും ഇവർ കയറി പോകുന്നു എനിക്ക് അങ്ങനെ കൂടുതൽ കൊടുത്തു. ഇനി ഇതാക്കിയത് എന്നിട്ട് പോലും ഒരു 40 സീറ്റൊക്കെ നമ്മൾ കാണുന്നുള്ളൂ. ഇവരെവിടെയാണ് കൊണ്ട് ഈ 100 സീറ്റ് ഒപ്പിക്കാൻ പോണേന്ന് എനിക്കറിയില്ല. പിന്നെ ഈ പറഞ്ഞ മാതിരി ഞാൻ പറയണ കേട്ടു, ഇവരൊക്കെ പണ്ട് രാഹുൽ ഗാന്ധിനെ കൊണ്ട് നിർത്തിയപ്പോൾ എല്ലാ സീറ്റിലും അതിൻ്റെ ഗുണം കിട്ടി. അത് പാർലമെൻറ്റിലാണ്. അതിപ്പോൾ രാഹുൽ ഗാന്ധി വന്നില്ലായിരുന്നെങ്കിലും പാർലമെൻറ്റിൽ എപ്പോഴും UDF-ന് ഗുണം കിട്ടാറുണ്ട്. അതുകൊണ്ട് ഈ 140 സീറ്റിൽ ഏതെങ്കിലും ഒന്നിൽ പ്രിയങ്കനെ കൊണ്ട് നിർത്തിയിട്ട് പ്രിയങ്ക മുഖ്യമന്ത്രിയാവുന്നൊരു തോന്നൽ വരുത്തുക. അത് പ്രിയങ്ക അവർ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരെന്നിട്ട് ഇവരിൽ ആരെങ്കിലും ഒരാളെ മുഖ്യമന്ത്രിയാക്കും എന്നുള്ളൊരു തോന്നലാണ് ഈ 100 സീറ്റ്. അത് മാത്രമേ ഒരു വഴി ഇപ്പം ഞാൻ കാണുന്നുള്ളൂ ഇവർ ഈ പറഞ്ഞുണ്ടാക്കുന്നതെന്ന്. അല്ലാണ്ട് എങ്ങനെ നോക്കിയിട്ടും ഇവർ തിരിച്ചു വരുന്ന ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല. പത്മജ പറയുന്നത് അനുസരിച്ചാണെങ്കിൽ കേരളത്തിൽ അധികാരത്തിൽ എത്തണമെങ്കിൽ 2019-ലെയും 2024-ലെയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും ഒക്കെ മത്സരിപ്പിച്ചുകൊണ്ട് കഴിയുന്നത്ര രീതിയിലുള്ള തരംഗം സൃഷ്ടിച്ച 19-ഉം 18-ഉം സീറ്റുകളൊക്കെ പിടിച്ചെടുത്ത UDF-നെ സംബന്ധിച്ച് 140 മണ്ഡലങ്ങളുള്ള കേരളത്തിൽ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി മത്സരിക്കുവാൻ പോകുന്നത് പ്രിയങ്ക ഗാന്ധിയാണെന്ന് വരുത്തി തീർത്ത് പ്രിയങ്ക ഗാന്ധിയെ കേരളത്തിലെ ഏതെങ്കിലും പ്രധാനപ്പെട്ട ഒരു മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കി മത്സരിപ്പിച്ചുകൊണ്ട് വിജയിപ്പിച്ചെടുത്ത് ആ തരംഗത്തിൽ കഴിയുന്നത്ര സീറ്റുകൾ വിജയിക്കാം എന്നുള്ളതാണ്. പത്മജ വേണുഗോപാലിന്റെ വാക്കുകളിൽ പരിഹാസം ചുവയ്ക്കുന്നുണ്ടെങ്കിൽ പോലും പത്മജ വേണുഗോപാൽ ഇപ്പോഴും പറയുന്നു കോൺഗ്രസ് അതിൻ്റെ ഏറ്റവും മോശപ്പെട്ട സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന്.